Today we discuss some of the problems from chapter 4. So the first question is that verify the orthogonal property of wave functions of a particle in a one-dimensional box. ഇത് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓർത്തോഗണൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടില്ല, പക്ഷെ ഇത് നമ്മുടെ ടെക്സ്റ്റിന്റെ ബാക്കിലുണ്ട്. അതുപോലെ തന്നെ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിന്റെ പിന്നിൽ ഇങ്ങനെയാണുള്ളത്. An important property of the eigenfunctions of a system is that they are orthogonal to one another. So that means integral minus infinity to plus infinity psi n psi m dv equal to 0, n not equal to m. So verify this relationship for the eigenfunctions of a particle in a one-dimensional box. അപ്പോൾ നമ്മൾ ബ്രീഫായിട്ട് എന്താണ് ഈ ഓർത്തോഗണാലിറ്റി എന്ന് ഡിസ്കസ് ചെയ്യാം. സോ സപ്പോസ് വി ഹാവ് ടു ഫങ്ഷൻസ് psi1 of xt and psi2 of xt. So then these two functions are orthogonal to each other in the interval ab when integral from a to b psi1 star of xt into psi2 of xt dx. One dimensional dx മതി, 3 dimensional ആവുമ്പോഴാണ് നമ്മൾ dv യൂസ് ചെയ്യുക, equal to 0. So when these two functions satisfy this condition, integral a to b psi1 star of xt into psi2 of xt dx is equal to 0. These two functions psi2 and psi1 are said to be orthogonal to each other. തിരിച്ചും പറയാം, integral a to b psi2 star of xt psi1 of xt dx is equal to 0 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. So therefore here psi1 and psi2 are mutually orthogonal to each other in the interval ab. ഇനി നമ്മളത് psi1 psi2ന് പകരം ഒന്ന് ജനറലൈസ് ചെയ്തിട്ട് psi I psi j എന്നോ psi m psi എന്നോ വേണമെങ്കിൽ എഴുതാം. സോ ജനറലൈസിങ് integral a to b psi I star of xt psi j of xt dx equal to 0 provided I not equal to j, where I can take values 1, 2, 3 etc. and j can also take values 1, 2, 3 etc. and I should not be equal to j. ഇനി I equal to j ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക നോക്കിക്കേ. when I equal to j ഈ ഇന്റഗ്രൽ എന്തായിരിക്കും? integral a to b psi I star xt psi I of xt dx, that is mod psi square ആണല്ലേ ഇത്, mod psi I square ആണ്. integral a to b mod psi I square dx. അപ്പോൾ ഇത് ഈ ഇന്റർവെല്ലിൽ മാത്രമാണ് വേവ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എ ബി എന്തോ ആവാം. ഈ വേവ് ഫംഗ്ഷൻ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി വരെ ആണെങ്കിൽ എ മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കും, ബി പ്ലസ് ഇൻഫിനിറ്റി ആയിരിക്കും. ഇനി വേവ് ഫംഗ്ഷൻ 0 to L പാർട്ടിക്കിൾ ഇൻ എ ബോക്സിന്റെ കേസിലൊക്കെ ഉള്ളതുപോലെ 0 to L ആണെങ്കിൽ എ 0 ബി ഈക്വൽ ടു എൽ. ആ ഇന്റർവെല്ലാണ് വേവ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് നമുക്കറിയാം. വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് ആണെങ്കിൽ ദിസ് ഇന്റഗ്രൽ വിൽ ബി 1. പിന്നെ നമ്മൾ നോർമലൈസേഷൻ എന്നാ പറയാം, നോർമലൈസേഷൻ കണ്ടീഷൻ. അപ്പൊ അതുപോലെ തന്നെ ഈ കണ്ടീഷൻ നമ്മൾ പറഞ്ഞ ഓർത്തോഗണാലിറ്റി എന്നാണ് പറയാം. സോ ദിസ് ഇസ് ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ. ഇനി ഇത് രണ്ടും സൈമൾട്ടേനിയസ്ലി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, അതായത് ഓർത്തോഗണലും ആണ്, സെയിം ഇന്റർവെല്ലാണ് അതിന്റെ വേവ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ
അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലൈസബിളും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതിനെങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ a to b psi I star of xt psi j of xt dx can be written as the Kronecker delta function delta ij. We know that delta ij is 1 when I equal to j, and this Kronecker delta function is 0 when I not equal to j. So this delta ij here means this is 1 when I equal to j and is 0 when I not equal to j. So this obeys both normalization and orthogonality. ഇതിനെ നമ്മൾ ഓർത്തോനോർമൽ കണ്ടീഷൻസ്, അങ്ങനെയുള്ള വേവ് ഫംഗ്ഷന് ഓർത്തോനോർമൽ വേവ് ഫംഗ്ഷൻസ് എന്നാ പറയാം. ബോത്ത് ഓർത്തോഗണാലിറ്റി ആൻഡ് നോർമലൈസേഷൻ കണ്ടീഷൻ. അപ്പോൾ രണ്ടും ഒബേ ചെയ്യുന്നതിന് നമ്മൾ ഓർത്തോനോർമൽ വേവ് ഫംഗ്ഷൻസ് എന്നാ പറയാം. അപ്പോൾ ഇത്രയും ബേസിക്സ് വേണം. അപ്പോൾ നമ്മൾ ആ പ്രോബ്ലം നോക്കാം. വെരിഫൈ ദി ഓർത്തോഗണൽ പ്രോപ്പർട്ടി ഓഫ് വേവ് ഫംഗ്ഷൻസ് ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ വൺ ഡയമെൻഷണൽ ബോക്സ്. അപ്പോൾ പാർട്ടിക്കിൾ ഇൻ എ ബോക്സിന്റെ കേസിൽ നമുക്കറിയാം the wave function is given by psi n is equal to root 2 by L sin n pi x by L. ഇതിൽ ഓർത്തോഗണാലിറ്റി നമ്മൾ വെരിഫൈ ചെയ്യണം. അപ്പോൾ അത് വേറൊരു ക്വാണ്ടം സ്റ്റേറ്റിലുള്ള വേവ് ഫംഗ്ഷൻ m എന്ന് പറയുന്നത്, n എന്ന് പറയുന്നതാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ക്വാണ്ടം നമ്പർ. m എന്ന് പറയുന്ന ക്വാണ്ടം നമ്പറുള്ള ഒരു സ്റ്റേറ്റിൽ എന്തായിരിക്കും വേവ് ഫംഗ്ഷൻ, root 2 by L sin m pi x by L. For m taking values from 1, 2, 3, etc. So these two are said to be orthogonal when integral, ഇവിടെ minus infinity to plus infinity ഇടണ്ട, 0 to L is sufficient because the wave function exists in this interval only. Psi n star of x, കാരണം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈം ഇൻഡിപെൻഡൻറ്റ് കേസാണ്, എക്സിൻ്റെ മാത്രം ഫംഗ്ഷൻ ആണല്ലോ, അപ്പോൾ ടി എഴുതേണ്ട ആവശ്യമില്ല. psi m of x dx equal to 0 when n not equal to m. n equal to m ആകുമ്പോൾ നമുക്കറിയാം ഇത് 1 ആണ്, കാരണം ഇത് ഓൾറെഡി ഇത് നോർമലൈസ്ഡ് ആണ്. അതായത് അതിൻ്റെ root 2 by L എന്ന് പറഞ്ഞാൽ അതിൻ്റെ നോർമലൈസേഷൻ കോൺസ്റ്റൻ്റ് ആണ്. നോർമലൈസേഷൻ ഇവിടെ വെരിഫൈ ചെയ്യണമെന്നില്ല, നമുക്ക് ഓൾറെഡി അറിയാം, ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. ഓർത്തോ നോർമൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ മാത്രം അത് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇത് വെരിഫൈ ചെയ്യാം. അപ്പോൾ psi n സ്റ്റാർ എന്ന് പറയുന്നത് psi n ആണെന്ന് തന്നെ നമുക്കറിയാം. ജസ്റ്റ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻ്റഗ്രൽ 0 to L psi n സ്റ്റാർ root 2 by L, അതുപോലെ psi m root 2 by L ഉണ്ടാവും, 2 by L sin n pi x by L sin m pi x by L dx. So in order to find this integral, we have to use the identity 2 sin A sin B is equal to cos A minus B minus cos A plus B. അപ്പോൾ ഈ സൈൻ എൻ പൈ എക്സ് ബൈ എൽ സൈൻ എം പൈ ബൈ എക്സ് 2 ഇവിടെ ഉണ്ട്. അത് നമുക്ക് ഇങ്ങനെ എഴുതാം, കോസ് എ മൈനസ് ബി. എ എന്ന് പറഞ്ഞാൽ എൻ പൈ എക്സ് ബൈ എൽ, ബി എന്ന് പറയുന്നത് എം പൈ എക്സ് ബൈ എൽ. പൈ എക്സ് ബൈ എൽ അതിൽ കോമൺ ഫാക്ടർ ആണ്. കോസ് എൻ മൈനസ് എം പൈ എക്സ് ബൈ എൽ മൈനസ് കോസ് എ പ്ലസ് ബി n plus m pi x by L. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ 2 by L 2 ഇതിനകത്തേക്ക് പോയി 1 by L ഇൻ്റഗ്രൽ 0 to L cos n minus m pi x by L മൈനസ് രണ്ട് ഇൻ്റഗ്രൽ ആയിട്ട് എഴുതാം, 1 by L integral 0 to L cos
n plus m pi x by l. So cosന്റെ ഇന്റഗ്രൽ നമുക്കറിയാം സൈൻ ആണ്. 1 by l sin n minus m pi x by l divided by n minus m pi by l. So limits from 0 to l minus 1 by l sin n plus m pi x by l divided by n plus m pi by l. The limit apply നമുക്ക് 0 to l. So applying the limits we will get, നമ്മൾ പറഞ്ഞത് n not equal to m case ആണ് അല്ലേ. അപ്പോൾ n not equal to m കേസ് ആവുമ്പോൾ n മൈനസ് എം എന്ന് പറയുന്നത് എന്നിന് വാല്യൂസ് എടുക്കാൻ പറയുന്നത് പറ്റുന്നത് ഇന്റീജർ വാല്യൂസ് എമ്മിന്. അപ്പൊ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇന്റീജർ ആയിരിക്കും. അപ്പൊ സൈൻ n മൈനസ് എം പൈ എൽ ബൈ എൽ, എൽ ബൈ എൽ എന്ന് പറഞ്ഞാൽ 1. അപ്പൊ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ n മൈനസ് എം പൈ, സൈൻ ഓഫ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ. നമുക്കറിയാം സൈൻ പൈ, സൈൻ 2 പൈ, സൈൻ 3 പൈ, സൈൻ 4 പൈ എന്നൊക്കെ പറയുന്നത് 0 ആണ്. സോ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സൈൻ 0. അപ്പൊ ഇത് 0 വരും. 1 by l ഇൻറ്റു 0 മൈനസ് 0. അതുപോലെ മൈനസ് 1 by l ഇൻറ്റു സൈൻ n പ്ലസ് എം ഇന്റീജർ ആയിരിക്കും. ഇന്റീജർ ആവുമ്പോൾ അതിൽ വരുന്നത് നമുക്കറിയാം സൈൻ പൈ അഗെയിൻ സൈൻ പൈ, സൈൻ 2 പൈ എന്നെല്ലാം 0. 0 by 0. So this is 0. So we have proved that the integral 0 to L psi n star of x into psi m of x dx is 0 for a particle in a box provided n not equal to m. So the orthogonality property for the particle trapped in a box is verified. So we have verified this relationship for a particle trapped in a box. One dimensional box ആകുമ്പോൾ ഡിക്ക് പകരം dx ആയിരിക്കും. ഇന്റർവെല് നമുക്കറിയാം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റിക്ക് പകരം 0 to l. That is the only difference. Now the second question is that find the probability that a particle trapped in a box L wide can be found between 0.45L and 0.55L for the ground and first excited states. ഈ ബോക്സിന്റെ ആകെ വിഡ്ത്ത് എന്ന് പറയുന്നത് L ആണ്. അപ്പൊ അതിനകത്ത് 0.45L to 0.55L വരെ ഉണ്ടാവുക. 0.55L മൈനസ് 0.545L 0.1L ആണ്. അതായത് L ബൈ 10 ആണ്. So the box is 1/10 of the box width and it is centered in the middle of the box. അപ്പൊ സെന്ററിൽ 0.55L ആണ്. അതിന്ന് കുറച്ചിങ്ങോട്ട് 0.45L, അപ്പുറത്തേക്ക് 0.55L. അപ്പൊ അത് സെന്റർ റീജിയനിലാണ് ഉള്ളത്. അതുപോലെ 1/10 ആണ് നമുക്കറിയാം. അപ്പൊ ക്ലാസിക്കൽ പ്രോബബിലിറ്റി നമുക്കറിയാം. ക്ലാസിക്കലി ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഈ ബോക്സിനകത്ത് എല്ലായിടത്തും അതിനെ കാണാനുള്ള പ്രോബബിലിറ്റി ഈക്വൽ ആണ്. ഈ 1/10 പോർഷനിൽ അതിന് കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/10 ആയിരിക്കും. അതായത് 10% ആയിരിക്കും. പക്ഷെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് റിസൾട്ട്സ് ആണ് കിട്ടുക. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിനും പ്രോബബിലിറ്റി ഡിഫറെന്റ് ആയിരിക്കും. ഗ്രൗണ്ട് സ്റ്റേറ്റിന് ഒരു പ്രോബബിലിറ്റി ആയിരിക്കും, എക്സൈറ്റഡ് സ്റ്റേറ്റിന് ഒരു പ്രോബബിലിറ്റി ആയിരിക്കും. അപ്പൊ പ്രോബബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. Probability of finding the particles between these two points x1 and x2 is equal to integral x1 to x2 mod psi square dx. അപ്പൊ പാർട്ടിക്കിളിന്റെ ബോക്സ് ആയതുകൊണ്ട് നമ്മൾ മോഡ് psi n square dx എന്ന് എഴുതുക. psi n ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. psi n is √2/l sin n pi x by l. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2/l into integral x1 to x2 sin square n pi x by l dx. ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു.
ഇൻ്റഗ്രേറ്റ് ചെയ്യുക. നമുക്കറിയാം സൈൻ സ്ക്വയറിനെ നമ്മൾ 1 മൈനസ് കോസ് 2x ബൈ 2 എന്ന് എഴുതും. എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുക, എക്സ് ബൈ എൽ 1/2nπ സൈൻ 2nπ എക്സ് ബൈ എൽ ഫ്രം x1 ടു x2. ഇപ്പം x1ന് 0.45 എന്നും x2ന് 0.55 എന്നും കൊടുക്കണം. n=1 ആകുമ്പോൾ ഇവിടെ നമ്മൾ അതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം നിങ്ങളിവിടെ ഓർക്കണം, ഇതെന്ന് പറയുന്നത് റേഡിയൻസിലാണ്. അപ്പോൾ ഈ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റേഡിയൻസ് ഓപ്ഷൻ പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ആൻസറിൽ എറർ വരും. അതുപോലെ തന്നെ n=2നും കാൽക്കുലേറ്റ് ചെയ്യണം ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, n=1 ഇസ് ദി ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോൾ നമ്മളിത് റേഡിയൻസിൽ ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റേഡിയൻസിലാണിത്, അതായത് റേഡിയനിലാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിഗ്രിയിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഒരേ റിസൾട്ടായിരിക്കും വരിക. അപ്പോൾ എറർ ഉണ്ടാവും. ഒന്നുകിൽ നിങ്ങൾ റേഡിയൻ ഓപ്ഷനിൽ ഇട്ടിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് സൈൻ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് റിസൾട്ട് കണ്ടുപിടിക്കുക. അതായത് നമ്മൾ പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 3.14 ആണ്. അതുകൊണ്ട് ഈ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് റേഡിയനിലായിരിക്കും. അപ്പോൾ അതൊരിക്കലും മറക്കരുത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ for the ground state the probability is 19.8%, approximately 19.8%, and for the first excited state the probability is 0.65% only. അപ്പോൾ രണ്ടിലും നല്ല ഡിഫറൻസ് ഉണ്ട് പ്രോബബിലിറ്റിയിൽ. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ റീസൺ? ഇത് നമുക്ക് അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി മോഡ് സൈ സ്ക്വയർ കർവ് എന്ന് മനസ്സിലാക്കാം, എന്തുകൊണ്ടാണ് ഇത്രയും ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം മോഡ് സൈ സ്ക്വയർ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്, ഗ്രൗണ്ട് സ്റ്റേറ്റിനും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിനും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഈ മോഡ് സൈ സ്ക്വയർ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റിയെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പ്രോബബിലിറ്റി കിട്ടുക. ഈ മോഡ് സൈ സ്ക്വയറിനെ x1ൻ്റെ x2ൻ്റെ ഇടയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ലിമിറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റീജിയനിലെ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി കിട്ടും x1ൻ്റെ x2ൻ്റെ ഇടയ്ക്ക്, അതായത് 0.45Lൻ്റെയും 0.55Lൻ്റെയും. ഇപ്പോൾ ഇവിടെ നമ്മൾ 0.45L 0.55L ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. 0 to L എടുത്തുള്ള ഒരു ബോക്സിൽ ആണ് പാർട്ടിക്കിൾ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിനോട് അടുപ്പിച്ച്, അതായത് 0.45L 0.55L പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ മോഡ് സൈ സ്ക്വയർ എന്ന് പറയുന്നത് മാക്സിമം അറ്റ് ദി സെൻറ്റർ ആണ്. ബട്ട് ഫോർ ദി ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് മോഡ് സൈ ടു സ്ക്വയർ 0 അറ്റ് ദി സെൻറ്റർ. 0.5L ഇവിടെ അത് മാക്സിമം, ഇവിടെ 0 ആണ്. ഇനി നമ്മൾ ഈ രണ്ട് പോയിന്റ്സ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്, ഈ റീജിയനിലെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ദി കർവ് ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ ഈ ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേറ്റർ വാല്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു 19%ൻ്റെ അടുത്ത് വരും. ബട്ട് ഇവിടെ നോക്കിക്കേ, ഏരിയ 0ൻ്റെ ക്ലോസർ ആണ്, പക്ഷെ ഇങ്ങനെ വരുമ്പോൾ 0.5L 0 ആണ്, L/2 0 ആണ്, പിന്നെ അങ്ങനെ കുറച്ച് കൂടി വരുന്നുള്ളൂ. പക്ഷെ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കിക്കേ ഇത്രയും ചെറിയൊരു ഏരിയയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഏകദേശം 0.6% ഒക്കെ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ദി ഡിഫറൻസ് ഇൻ ദി പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി പാർട്ടിക്കിൾ ഇൻ ദിസ് റീജിയൻ, 0.45L and 0.55L in the ground state and the first excited state. ഇവിടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി സെൻറ്ററിനോട് ക്ലോസർ ആയിട്ട് രണ്ട് സ്റ്റേറ്റിലും, ഗ്രൗണ്ട് സ്റ്റേറ്റിലും ഫസ്റ്റ് എക്സൈറ്റഡിലും നല്ല ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ഇസ് ഡിഫറെൻറ്റ്. സോ ദി പ്രോബബിലിറ്റി ക്യാൻ ബി ഫൗണ്ട് ആസ് ദി ഏരിയ അണ്ടർ ദി കർവ്. ഈ രണ്ട് പോയിന്റ്സ് മാർക്ക് ചെയ്യുക. x1 is 0.45L and x2 is 0.55L and find the area under the curve for the ground state and first excited state. അപ്പോൾ നമുക്ക് അതെന്താണ്, എന്തുകൊണ്ടാണ് ഡിഫറൻസ് വരുന്നത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അത് റേഡിയനിൽ തന്നെ ഇടണം, അല്ലെങ്കിൽ രണ്ടിലും ഈക്വൽ പ്രോബബിലിറ്റിയാണ് വരിക. ഒരിക്കലും ഈക്വൽ പ്രോബബിലിറ്റി വരാൻ പാടില്ല. എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രോബബിലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കണം. ഗ്രൗണ്ട് സ്റ്റേജിൽ മാക്സിമം ആയിരിക്കും, അതുപോലെ തന്നെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ അതൊരു മിനിമം ഒരു ചെറിയൊരു വാല്യൂ ആയിരിക്കും വരുന്നത്. Now the next problem is that find the eigenfunctions of the operator x plus d by dx with an eigenvalue 4.
So we have to find out the eigenfunctions of the operator x plus d by dx with the eigenvalue 4. So this is the operator and this is the eigenvalue. We have to find the eigenfunction. We know that the operator, so we call this operator as A acting on psi equal to the eigenvalue times psi. So the eigenvalue is A, which is 4 over here, 4 psi. So the operator is x plus d by dx acting on psi. ഇവിടെ നിങ്ങൾ ബ്രാക്കറ്റ് ഇടണം, എക്സും സൈൽ ആക്ട് ചെയ്യുന്നുണ്ട്, ഡി ബൈ ഡി എക്സ് മാത്രമല്ല, അത് ശ്രദ്ധിക്കണം, ഈക്വൽ ടു 4 psi. സോ xi plus d psi by dx is equal to 4 psi. So d psi by dx is equal to 4 minus x into psi. So now we can take the psi towards left side and dx towards right side. 4 minus x into dx. Now integrating both sides, we will get, integrating both sides, integral of d psi by psi, 1 over psi, d psi as log psi. And the integral of this is 4x minus x square by 2 plus a constant of integration c. So now taking exponentials on both sides, e to the power log psi is equal to e to the power 4x minus x square by 2 plus c. So e to the power log is psi itself, since exponential and this logarithm are inverse operators. So psi is equal to e to the power 4x minus x square by 2. And this can be written as e to the power c. So since c is a constant, e to the power c is another constant. We call it as k or something like that. So we can write psi is equal to, so this is k or a, whatever, k e raised to 4x minus x square by 2. So this is the corresponding eigenfunction. അപ്പോൾ നമുക്ക് ഓപ്പറേറ്ററും ഐഗൻ വാല്യൂ തന്നു കഴിഞ്ഞാൽ ഐഗൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഓപ്പറേറ്ററും ഐഗൻ ഫംഗ്ഷൻ തന്ന ഐഗൻ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ. Next question is that find the probability that a particle in a box L wide can be found between x is equal to 0 and x is equal to L by n when it is in the nth state. So here x1 is 0 and x2 is L by n, where n is the quantum number. So here the particle is in the nth state. So suppose L equal to n equal to 1. For the ground state, x2 is L, and for first excited state, x2 is L by 2, and second excited state, where n equal to 3, x2 is L by 3, like that. So we have to find out the probability of finding the particle between those 2 points, which is p of x1 and x2 is equal to integral 0 to L by n mod psi n square dx. So psi n is again, we know that root 2 by L sin n pi x by L. And substituting 0 to L by n, root 2 by L into root 2 by L, 2 by L sin square n pi x by L.
dx. So you have to substitute that sin square x is equal to 1 minus cos 2x by 2, and then integrating and then applying the limits, you can find the result. So this is a homework for you. And you can find that this probability by substituting this values, the probability is equal to 1 by n. So that depends on the value of n. So the probability of finding the particle between 0 and L by n, where the particle is in the nth state, is given by 1 over n. Okay, thank you.